ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മളിന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് ക്ലാസ്സിലാണ് കാണിക്കുന്നത്. ഇവിടെയുള്ള ഓരോ ഗ്രൂപ്പ്സിനും ഓരോ അസൈൻമെന്റ്സ് ഞങ്ങൾ എഴുതി ഈ പെട്ടിയിൽ ഇടുന്നുണ്ട്. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് ആ പണി 2 മണിക്കൂറിനുള്ളിൽ തീർത്തിരിക്കണമെന്ന് സാറ് പറയും. എന്ത് അസൈൻമെന്റ്സ് ഇതൊക്കെയെന്ന് ഹീറോ ചോദിച്ചാല് അവള് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്. ഇവരുടെ ഗ്രൂപ്പ് ലീഡേഴ്സ് വന്ന് വേണം എന്ത് അസൈൻമെന്റ്സ് ആണ് എടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഹീറോയിനും പ്രാർത്ഥിച്ചിട്ട് എടുത്ത് നോക്കിയാല് പൂൾ ക്ലീനിങ് ആണ് കിട്ടിയത്. എന്ത് ഈ പൂളോ? നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതാണോ എന്ന് ചോദിച്ച് നാറ്റോയ്ക്ക് നല്ല ഇറിറ്റേറ്റ് ആകുന്നുണ്ട്. സാരമില്ല വിട് ഗായ്സ്, നമ്മുടെ ബെസ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് തീർക്കുമെന്ന് നമ്മുടെ ഹീറോയിനും സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഹീറോയുടെ ചേട്ടനുണ്ടല്ലോ ടീച്ചറ്, അവര് വന്ന് ക്ലീനിങ് ബ്രഷ് എടുക്കാനായിട്ട് ആരെങ്കിലും ഒരാള് എന്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ മുരോയും ഞാൻ വരാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയി. ഇത് കണ്ടിട്ട് നമ്മുടെ നാറ്റോയ്ക്ക് നല്ല ജലസ് ആകുന്നുണ്ട്. നിന്റെ ചേട്ടൻ ഈയിടെ ആയിട്ട് പെൺകുട്ടികളായിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാലേ നല്ലതെന്ന് പറഞ്ഞതും അത് നീ അവനോട് തന്നെ ചെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഹീറോയും നടന്നുപോയി. ഇവിടെ മുരോയ്ക്ക് സാറ് ക്ലീനിങ് ബ്രഷ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് അവരവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നേ. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോന്ന് മുരോ ചോദിക്കും. മുരോ, നിനക്ക് ഓൾറെഡി അസൈൻമെന്റ്സ് ഉള്ളതല്ലേ, ചെല്ലെന്ന് സാറ് പറയാണ്. അതിന് അത്രയും പേരുണ്ടല്ലോ, അതൊക്കെ അവര് നോക്കിക്കോളും. ഇപ്പൊ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് മുരോ അവിടെ തന്നെ നിൽക്കുവാണ്. മുരോ, മര്യാദയ്ക്ക് അവിടെ ചെന്ന് നിന്റെ ക്ലീനിങ് വർക്ക് ചെയ്യാൻ നോക്ക്. ഇങ്ങനെ എപ്പോ നോക്കിയാലും ഒതുങ്ങി തനിയിരിക്കണമെന്ന് വിചാരിക്കില്ലേ എന്ന് സാറ് പറയും. ഇതിന് ഇവള് പെട്ടെന്ന് അവരുടെ ഷർട്ടിൽ കയറി പിടിക്കുന്നുണ്ട്. ഞാനും അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നതെന്ന് അവള് പറയും. മുരോ, ഞാനൊരു ടീച്ചറാണ്, നീ എന്റെ സ്റ്റുഡന്റും ആണ്. ഇത് മനസ്സിലാക്കി നീ വേഗം പോകാൻ നോക്കിയെന്ന് പറഞ്ഞതും പിന്നെയും അവള് അവളുടെ ഷർട്ടിൽ കയറി പിടിക്കുവാണ്. മര്യാദയ്ക്ക് പോയെന്ന് സാറ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ദേഷ്യത്തിൽ പറഞ്ഞതും ഈ ദേഷ്യത്തില് ഇപ്പോ മുരോയും അവര് കൊടുത്ത ആ ബ്രഷ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. മുരോ, നീ എന്താ ഇത്ര ലേറ്റ് ആയത്? ഞങ്ങൾ എല്ലാരും എന്തൊക്കെയോ വിചാരിച്ചു പോയി അറിയോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ വരുന്നുണ്ട്. നോക്ക്, നീ ഇങ്ങനെ സംസാരിക്കുന്നത് എത്ര ഇറിറ്റേറ്റ് ആകുന്നുണ്ടെന്ന് അറിയാമോ? നമ്മുടെ ക്ലാസ് തനിച്ചാകാൻ പാടില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലോ, പക്ഷെ ചിലർക്ക് തനിയെ ഇരിക്കാനാണ് ഇഷ്ടം. അതിന് നീ ഫസ്റ്റ് അലോ ചെയ്യണമെന്ന പോലെ സാറ് ഇവളെ റിജക്ട് ചെയ്തതിന്റെ ദേഷ്യം ഇവളുടെ മേലെയാണ് ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. യുരെ ഇടയിൽ കയറി സംസാരിക്കാനായിട്ട് വരുന്നതും കാല് തെറ്റി അവള് താഴേക്ക് വീഴുവാണ്. കാലിൽ നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. എന്നാലും അവള് എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞ ക്ലീനിങ് ബ്രഷ് എടുക്കാനായിട്ട് വന്നതും ഹീറോ വന്ന് അവളെ തടയാണ്. നിനക്ക് കാല് വയ്യ, നീ ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുവാണ്. അങ്ങനെ ഒന്നുമില്ല, ചെറിയ ഉളുക്കല്ലേ, ഞാൻ അത് ചെയ്തോളാം എന്ന് അവളും പറയുന്നുണ്ട്. പക്ഷെ ഹീറോ വിടുന്ന പോലെയില്ല. താഴേക്ക് ഇരുന്നിട്ട് എന്റെ മേലെ കയറ്, ഞാൻ നിന്നെ നഴ്സറി റൂമിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിളിക്കും. അവളും വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇവൻ സമ്മതിക്കാത്തത് കൊണ്ട് അവളും കയറി പോകുന്നുണ്ട്. ഹീറോയിനും ചെറിയ ചെക്കപ്പ് അല്ലേ, പോയിട്ട് വാ എന്ന് പറഞ്ഞു വിടുവാണ്. അവര് പോയത് കണ്ട് നാറ്റോ 3 പേരും വെച്ച് 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമെന്ന് അവന് നല്ല പോലെ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങി. ഇത് കേട്ട് ഹീറോയിനും നമ്മൾ 3 പേരും തന്നെ ചെയ്തേ പറ്റൂ, നമ്മൾ ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ യൂരി അവള് കാരണമാണ് ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് വിഷമിക്കും. സോ തീർച്ചയായിട്ടും അവളെ അങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് വിടരുതെന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇതൊക്കെ കേട്ട് മോട്ടിവേറ്റ് ആയിട്ട് നമ്മുടെ മുരോയും നാറ്റോയും ക്ലീൻ ചെയ്യാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതേസമയം ഇവിടെ യുരിയെ ഹീറോ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അസൈൻമെന്റ്സ് പാതിയിലെ എങ്ങനെ ആയിപ്പോയല്ലോ എന്നാണ് യുരി ഫീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പ്രശ്നമില്ല, ഞാൻ തന്നെ ഫസ്റ്റ് ഡേ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്, അങ്ങനെയൊന്നുമില്ലെന്ന് ഹീറോയും അവളെ കംഫോർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇവൻ ഇങ്ങനെ അവളെ എടുത്തുകൊണ്ട് പോകുമ്പോ ഞാൻ ഹെവി ആയിട്ടാണോ തോന്നുന്നതെന്ന് യുരി ചോദിക്കും. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല, നീ ഇരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. അപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണോ എന്ന് അവള് ചോദിക്കും. പെട്ടെന്ന് എന്താ വിചാരിച്ചെന്ന് അറിയില്ല. അയ്യോ സോറി, ഞാൻ ഇങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് അവള് പറഞ്ഞതും നീ എന്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൂടാ എന്ന് ഹീറോയും പറയാണ്. ഇത് കേട്ട് യൂരി അവനെ ഒന്ന് നോക്കുന്നുണ്ട്. അതേസമയം ഇവിടെ എല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നാറ്റോ ക്ലീൻ ചെയ്യാതെ പാട്ട് പാടി നടക്കുമായിരിക്കും, എങ്ങനെയെങ്കിലും നമ്മുടെ മുറോയെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് പറയുന്നേ ഇവർക്ക് ഇനി സ്റ്റോർ റൂം കൂടി ചേർത്ത് ക്ലീൻ ചെയ്യണമെന്ന്. ശരി, ഞാനത് ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹീറോയിനും പോകുന്നുണ്ട്. മുറോ തനിയെ ക്ലീൻ ചെയ്യുന്നത് കണ്ട് നാത്തോ അവളോട് ചോദിക്കും, നീ ദേഷ്യത്തിലാണോ ക്ലീൻ ചെയ്യുന്നേ എന്ന്. അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് അവളും കൂളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ ഹീറോയിനും സ്റ്റോർ റൂമിലേക്ക് ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ചിലന്തിയെ കണ്ട് പേടിച്ച് അവൾ ഒച്ച എടുക്കുവാണ്. എന്നിട്ട് ഒരു മൂലയ്ക്ക് പോയി മാറി നിൽക്കുവാണ്. ഈ സൗണ്ട് കേട്ട് ഹീറോ വരുന്നുണ്ട്. നീ എന്താ ഇവിടെ, യൂരി എവിടെ എന്ന് ചോദിച്ചാല് അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചെറിയ അടിയാണെന്നാ പറഞ്ഞേ, പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞത് കേട്ടു. നീ കാറുന്നത് കേട്ടാല് ചിലന്തിയെ പേടിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കി ക്ലീൻ ചെയ്യാൻ അവനും കൂടുന്നുണ്ട് അവളുടെ കൂടെ. അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പിന്നീട് എല്ലാവരും
എല്ലാവരും ചേർന്ന് എൻജോയ് ചെയ്ത് പൂളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റ് എടുക്കാനായിട്ട് കുറച്ചു നേരം ഇരിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ മാത്രം ജോലി ചെയ്യുന്നത് കണ്ട് ഹീറോയും കൂടെ വന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. അത് കണ്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതും സാറ് വന്ന് നിങ്ങളുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. യൂരിയും അപ്പൊ അവിടേക്ക് വന്ന് ഞാൻ ഓക്കെയാണ് ഗായ്സ് എന്ന് സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇവളില്ലാത്തത് കൊണ്ട് ക്ലീനിങ് വളരെ കഷ്ടപ്പെട്ട് കാണുമല്ലോ എന്ന് അവള് സോറിയും ചോദിക്കുവാണ്. അത് പ്രശ്നമേ ഇല്ലെന്ന് എല്ലാവരും പറയും. കട്ട് ചെയ്താല് നൈറ്റ് എല്ലാവരും കിടന്നുറങ്ങുമായിരിക്കും. അപ്പോ ഹീറോയും യൂരിയോട് സംസാരിക്കുവാണ്. യൂരിയും നീ ഫസ്റ്റ് ടൈം എന്നോട് സംസാരിക്കാൻ വന്നപ്പോ എനിക്ക് എത്ര സന്തോഷമായെന്ന് അറിയാമോ? നീ എപ്പോഴും എന്റെ ലൈഫിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് അവൾ അവളുടെ കയ്യിലേക്ക് പിടിച്ചതും നീ വിഷമിക്കേ വേണ്ട, എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ വിട്ടു പോകില്ലെന്ന് അവളും പറയും. അങ്ങനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും സ്ട്രോങ് ആകുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി. ഇടയിൽ ഹീറോയിന് മാത്രം കണ്ണു തുറക്കുന്നുണ്ട്. വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് വരുമ്പോ നമ്മുടെ ഹീറോ ആ വഴി നടന്നു പോകുന്നത് പോലെ കാണുന്നുണ്ട്. കോയു അവിടെ എന്താ ചെയ്യുന്നതെന്ന് ഹീറോയിനും അവനെ ഫോളോ ചെയ്തു പോയി. കോയു നീ ടൈമിൽ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്റെ ഉറക്കം പോയി അതാ സൺറൈസ് കാണാമെന്ന് കരുതി വന്ന് നിൽക്കുന്നതാണെന്ന് പറഞ്ഞതും എന്നാ ശരി ഞാനും കൂടാമെന്ന് പറഞ്ഞ് അവളും കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു നേരത്തിനുള്ളിൽ അവൾക്ക് കുളിരാനായിട്ട് തുടങ്ങി. മൂക്ക് വലിച്ചു വലിച്ചു നിൽക്കുന്നത് കണ്ട് ഉടനെ ഹീറോ അവന്റെ ജാക്കറ്റ് ഊരി അവൾക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ അതാ ഇവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് റൂഫ് ടോപ്പിലേക്ക് കയറി വരുവാണ്. അപ്പോ നമ്മുടെ മുരോ ഹീറോയിന്റെ അടുത്ത് വന്ന് ഞാൻ നേരത്തെ കുറിച്ച് ഹാഷായിട്ട് നിന്നോട് സംസാരിച്ചു പോയി. ദേശത്തിന്റെ പുറത്താണ് അങ്ങനെയൊക്കെ സംസാരിച്ചത്, നീ എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് സോറി ചോദിക്കുവാണ്. ഹീറോയിൻ അവളെ നോക്കി ചിരിച്ചതും അതോടെ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി. അങ്ങനെ കുറച്ച് സൺറൈസ് ആയിട്ട് വരുന്നുണ്ട്. 5 പേരും ചേർന്ന് വളരെ സന്തോഷത്തോടെ അത് കാണുവാണ്. എന്നാ ശരി ഒരു സെൽഫി എടുത്തേക്കാമെന്ന് പറഞ്ഞ് ഇവര് വളരെ ക്യൂട്ടായിട്ട് സെൽഫി ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയി ഇവരുടെ ട്രെയിനിങ്ങും തീർന്നു. ഹീറോയിനും വീട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഗ്രൂപ്പില് എടുത്ത സെൽഫീസ് ഒക്കെ ഷെയർ ചെയ്ത് വിടുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ സൂം ചെയ്ത് നമ്മുടെ ഹീറോയെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യുരി എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് സംസാരിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ എനിക്കെന്തോ ഞാൻ മബൂജിയെ ലവ് ചെയ്യാൻ തുടങ്ങിയോ എന്ന് തോന്നുന്നു എന്ന പോലെ പറയുവാണ്. എന്താടാ ഇത് എന്ന് നമ്മുടെ ഹീറോയിന് അത് കണ്ട് ഭയങ്കര ഷോക്ക് ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഹീറോയിൻ സ്കൂളിൽ വന്ന് അവളുടെ ഷൂ ഒക്കെ റാക്കിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോ യൂരി വരുന്നുണ്ട്. സോറി യൂരി, നീ ഇന്നലെ എന്താ മെസ്സേജ് ചെയ്തിരുന്നേ? ഞാൻ ശരിക്കും കണ്ടില്ലടി, ടയേർഡ് ആയി പോയി ഉറങ്ങിപ്പോയെന്ന് ഇവള് പറഞ്ഞതും അതിന് യൂരിയും അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. ഞാനിനി നീ ആ മെസ്സേജ് കണ്ട് അപ്സെറ്റ് ആയോ എന്ന് കരുതി. നീ എങ്ങാനും അബൂജിയെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് യൂരി ചോദിക്കുവാണ്. അയ്യോ അതിനൊന്നും ഒരു ചാൻസ് ഇല്ലെന്ന് ഹീറോയിൻ പറയാണ്. എന്നാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് യൂരിയും തിരിഞ്ഞു നടന്നു പോകും. നെക്സ്റ്റ് ഇപ്പോ ക്ലാസ്സിൽ വെച്ച് നമ്മുടെ ഹീറോയെ യൂരി സൈറ്റ് അടിക്കാനായിട്ട് തുടങ്ങി. നീ ഇങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് അവൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് ഹീറോയിൻ പറയും. അപ്പോ എന്റെ മുഖം കണ്ടാലേ കണ്ടുപിടിക്കുമെന്ന് ഇവള് ചോദിച്ചതും അതേന്ന് ഹീറോയിനും പറയും. അപ്പോ മുരോ ഞാൻ മബൂജിയെ ലവ് ചെയ്യുന്നുണ്ടെന്ന് നീ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചതും ഇല്ല ഇത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് അവളും പറയും. എന്നാ ഓക്കെ നീ ഇത് സീക്രട്ട് ആയിട്ട് വെച്ചോ. അല്ല ഫുട്ടാബ, നീയും അവനും സെയിം സ്കൂളിലാണ് പഠിച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്നില്ലേ, അവനെ പറ്റി നീ ഒന്ന് പറയാമോ എന്ന് ഹീറോയിനോട് ചോദിച്ചതും ഉടനെ നമ്മുടെ ഹീറോയിനും ഫ്ലാഷ് ബാക്കിൽ എത്തുന്നുണ്ട്. ആ ടൈമില് നമ്മുടെ ഹീറോയിനും അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് കള്ളനും പോലീസും കളിക്കുമായിരിക്കും. നമ്മുടെ ഹീറോയിൻ പിടികൊടുക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് ഒളിച്ചൊളിച്ച് വരുമ്പോ ഹീറോയുടെ മേലെ തന്നെ വന്നിടിക്കുന്നുണ്ട്. അയ്യോ സോറി, ഞാൻ വേറെ പ്ലേസിൽ പോയി ഒളിച്ചോളാം എന്ന് പറഞ്ഞ് അവള് പോകാനായിട്ട് എഴുന്നേറ്റതും ഹീറോ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വേണ്ട നീ പോയാൽ അവര് നമ്മളെ കണ്ടുപിടിക്കും, ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ഒളിച്ചിരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയിനും എത്തി നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അയ്യോ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് ബാക്കിലേക്ക് വന്നതും രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവളും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വന്നതും പെട്ടെന്നാണ് ഹീറോ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോ ലൈറ്റ് ആയിട്ട് റൊമാൻറ്റിക് മോഡൊക്കെ ആകുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഹീറോയിന് മാത്രമായിരിക്കും. ഹീറോ അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. നീ ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പോ ഇവള് ഇവിടെ ഇരുന്ന് ഹീറോയെ നോക്കി സ്വപ്നം കാണാനായിട്ട് തുടങ്ങി. ഇതേപോലെ ഇതെല്ലാം ഓർത്ത് നോക്കിയവള് എനിക്ക് അതൊന്നും വലുതായിട്ട് ഓർമ്മ വരുന്നില്ലടി എന്ന് കള്ളം പറയും. അപ്പോ ഹീറോ വന്ന് ക്ലാസ് റെപ്സ് എല്ലാവരും ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എഴുതി കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോകുവാണ്. ക്ലാസ് കഴിഞ്ഞതും അത് സബ്മിറ്റ് ചെയ്യണമെന്നാ തോന്നുന്നത്. നമ്മുടെ യുരിക്ക് ഇവന്റ് കമ്മിറ്റിയുടെ വേറൊരു മീറ്റിംഗും കൂടി ഉണ്ട്. പക്ഷെ എനിക്ക് മബൂജിയായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് ഫീൽ ആകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇപ്പോ ഈവനിങ് റിപ്പോർട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയും വരുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയിൻ എന്താ ചിന്തിച്ചെന്ന് അറിയില്ല. നീ പോയിക്കോ, ഞാൻ തന്നെ റിപ്പോർട്ട് എഴുതി സബ്മിറ്റ് ചെയ്തോളാം എന്ന് അവള് പറയും. അത്രയ്ക്ക് കണ്ണിച്ചോറി ഇല്ലാത്തവനൊന്നും അല്ല ഞാൻ, നീ എഴുതെന്ന് പറഞ്ഞിട്ട് അവനും ഇരിക്കുന്നുണ്ട്. അവൾ എഴുതാനായിട്ട് തുടങ്ങി. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് നെർവസ് ആകുന്നുണ്ട്. കൂടെ അവനെ നോക്കി അവന്റെ ഓരോ ഡീറ്റെയിൽസും നോട്ട് ചെയ്യാനും തുടങ്ങി. എന്താ നീ എഴുതാതെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹീറോ ചോദിച്ചതും അവളും ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ എഴുതാൻ തുടങ്ങി. ശരി നീ എഴുതി കഴിഞ്ഞ് എന്നെ വിളിച്ചുണർത്ത്, ഞാൻ കിടക്കുവാണെന്ന് പറഞ്ഞ് അവനും ഉറങ്ങാൻ തുടങ്ങി. അന്ന് ടേബിളിൽ കിടന്നപ്പോഴും ഇവൾ അവന്റെ ഹെയർ സ്മെല്ല് ചെയ്തിരുന്നു. ഇപ്പോ അതാണ് ചെയ്യാൻ പോകുന്നത്. സ്മെല്ല് ചെയ്യാൻ അടുത്തേക്ക് വന്നതും
നോക്ക്, നീ ഇത് തന്നെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് കള്ളനും പോലീസും കളിച്ചപ്പോഴും ടേബിളിൽ വന്ന് കിടന്നപ്പോൾ ഒന്ന് ഹീറോ പറഞ്ഞതും ഇതെല്ലാം അവൻ ഓർത്ത് വെച്ചിരിക്കുകയാണോന്ന് ഇവൾക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നുണ്ട്. നെക്സ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞ് വരുമ്പോ ഞാൻ സബ്മിറ്റ് ചെയ്തോളാം, നീ ചെല്ലെന്ന് പറഞ്ഞ് അവന്റെയും കൂടി റിപ്പോർട്ട് വാങ്ങി അവൾ സബ്മിറ്റ് ചെയ്തിട്ട് തിരികെ വന്ന് നോക്കിയാല് ഹീറോ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. കോയു, നീ എന്താ ഇനിയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആശ്ചര്യത്തോടെ അവള് ചോദിച്ചാല് നീയല്ലേ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞത്, അതാണെന്ന് അവൻ പറയാണ്. നീ വേഗം വീട്ടിലേക്ക് പോയെന്നാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞതും ഓ അങ്ങനെയാണോ, ശരിയെന്നാ വാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവന് മുന്നിലേക്ക് പോകുവാണ്. ഹീറോയിനാണെങ്കിൽ ലൈറ്റ് ആയിട്ട് ഷൈ ആകുന്നുണ്ട്. അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞ് ഹീറോ ആദ്യം കയറിയതും പെട്ടെന്ന് ഹീറോയിൻ സ്റ്റോപ്പായി. ഞാൻ ഒരു കാര്യം മറന്നു വെച്ചിട്ട് വന്നു കോയു എന്ന് അവള് പറയാണ്. ആക്ച്വലി ഇപ്പോ ഇവൾക്ക് വേണ്ടി ഹീറോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വന്നില്ലെങ്കിൽ അവനോടുള്ള ഇഷ്ടം പറയാതെ അതങ്ങ് വിട്ടേക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് അവൾ അത് ചോദിക്കുന്നത്. ഇനി അവൻ ഇറങ്ങി വന്നാല് ഞാൻ അവനെ ലവ് ചെയ്യും, ഗിവപ്പ് ചെയ്യാനേ പോകുന്നില്ല എന്ന തീരുമാനത്തോടെ. എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അവൾക്ക് അറിയില്ല. ട്രെയിൻ ആണെങ്കിൽ എടുക്കാൻ പോകുന്നതെന്ന അനൗൺസ്മെന്റും വന്നു കഴിഞ്ഞു. ഇവളും കണ്ണടച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ട്രെയിൻ പതിയെ മൂവ് ആകുന്നുണ്ട്. പതിയെ അവള് കണ്ണു തുറന്ന് നോക്കിയാല് നമ്മുടെ ഹീറോ മുമ്പിൽ തന്നെ നിൽക്കുന്നു. ശരി വാ, ഒന്നിച്ചു പോയി, നീ മറന്നു വെച്ചത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ പോകാൻ തുടങ്ങിയതും ഇവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്നോട് ക്ഷമിക്ക്, ഞാൻ ഒന്നും മറന്നു വെച്ചിട്ട് വന്നില്ല കോയു എന്ന് അവള് പറയും. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്താ നീ പറയുന്നതെന്ന് ചോദിച്ചാല് ഇവളും അവനെ ഒരുമാതിരി നോക്കിയിട്ട് മനസ്സില് എനിക്ക് നിന്നെ ഇഷ്ടമാണ് കോയു എന്ന് പറയും. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.